ഇന്ത്യ സഖ്യത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയായ കൊടിക്കുന്നിൽ സുരേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ജയിക്കുമോ എന്നതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെ ഹനിക്കുകയാണ് NDA സർക്കാർ. കാരണം സാധാരണഗതിയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് അവകാശപ്പെട്ടതാണ്. പക്ഷേ അത് തരാൻ തയ്യാറാകുന്നില്ല NDA സർക്കാർ. മറിച്ച് പ്രതിപക്ഷത്തിന് പിടിവാശിയാണെന്ന NDAയുടെ നിലപാടിനെയും അദ്ദേഹം കൃത്യമായി തള്ളി പറയുന്നുണ്ട്. എന്ത് പിടിവാശി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്? അവകാശപ്പെട്ടത് മാത്രമാണ് പ്രതിപക്ഷം ചോദിക്കുന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു വയ്ക്കുന്നു. വിവരങ്ങളുമായി സിബി ചേരുകയാണ്. സിബി, ഇതാ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. പ്രധാനമായും ഇവിടെ പ്രതിപക്ഷത്തിന് ജയിക്കാൻ കഴിയുമോ എന്നതല്ല വിഷയം, മറിച്ച് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന NDAയുടെ നിലപാടുകളെ തുറന്നു കാട്ടുക എന്നതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. അതുതന്നെയാണ് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നത്. നാളെയാണ് തെരഞ്ഞെടുപ്പ്. തീർച്ചയായും മനു, അത് തന്നെയാണ്. കാരണം ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങളെയും പ്രതിപക്ഷത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള ശക്തമായ സൂചന തന്നെയാണ് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിലൂടെ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നതും. കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ, അത് ഇന്ന് രാവിലെ മുതൽ തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മല്ലികാർജ്ജുൻ ഖാർഗെയുമായും മറ്റു പ്രതിപക്ഷ സഖ്യ നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണമെന്നൊരു ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരുന്നു. ഇത് തങ്ങളുടെ ഒരു അവകാശമാണ്. കീഴ്വഴക്കമനുസരിച്ച് അത്തരത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകേണ്ടത് പ്രതിപക്ഷത്തിനാണ്. എന്നാൽ ഇവിടെ ആ കാര്യത്തിലൊരു മറുപടി ഉണ്ടെങ്കിൽ മാത്രം സ്പീക്കർ പദവിയിലേക്ക് ഞങ്ങൾ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ഒരു കാര്യമായിരുന്നു ഇത്തരത്തിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ അറിയിച്ചത്. പക്ഷേ ഈ കാര്യത്തിൽ ഇതുവരെയും ഒരു മറുപടി നൽകിയില്ല. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു മത്സരം വേണ്ടി വന്നതെന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് കൊടിക്കുന്നിൽ സുരേഷ് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഇതിൽ NDAയുടെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ 17 ലോക്സഭയിലെ സ്പീക്കറായിരുന്ന ഓം ബിർള തന്നെയാണ് ഇത്തവണയും ലോക്സഭാ സ്പീക്കർ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യചരിത്രത്തിൽ ആദ്യമായി സ്പീക്കർ പദവിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പ്രോട്ടേം സ്പീക്കർ അടക്കമുള്ള കാര്യങ്ങളിൽ പോലും കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം BJP സ്വീകരിക്കുന്നു. അതേ സമീപനം തന്നെ ഈ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലും ആവർത്തിക്കുന്നു. സ്വാഭാവികമായി വ്യക്തമാണ് സിബി, അത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഏതായാലും നാളെയാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഓം ബിർള NDAയുടെ സ്ഥാനാർത്ഥി, ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ്. വിവരങ്ങളാണ് സിബി നൽകിയത്. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് അല്പസമയം മുമ്പ് നമ്മൾ കാണുകയും ചെയ്തത്.